ഇത് കണ്ടോ, ഈ ക്ലയൻറ്റ് എന്നെ ഒരു 6 മാസം മുന്നേ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്പൈറൽ ഉണ്ട്, ചെറിയ സ്പേസാണ്, ചെറിയ സ്പേസിലൊരു സ്പൈറൽ ചെയ്തെടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങളൊരു കൊട്ടേഷൻ കൊടുത്ത് ആൾക്ക് പേയ്മെൻറ്റ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് വേറൊരു ടീം ഇങ്ങനെ കുറച്ച് ചെറിയ പേയ്മെൻറ്റിൽ അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തിട്ട് സംഭവിച്ചു പോയതാണ് ഈ കാണുന്നത്. ഇത് ഇങ്ങനെ വാ, ഇതൊരു ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഇതൊരു മെഷീൻ ബെൻഡിങ് ഒന്നല്ല. ഈ ചെയ്തേക്കണത് മാൻ പവർ ഉപയോഗിച്ചിട്ട് ബെൻഡ് ചെയ്താണെന്നാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലയൻറ്റിന് ഒരു ഏകദേശം ഇത്രയും എമൗണ്ട് വേസ്റ്റ് ആയിട്ടുണ്ടാവും. അവർ റീഫണ്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ആവശ്യപ്പെടാതെ ആളെ എന്നെ സമീപിക്കുക ചെയ്തത്. എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, എന്താ ചെയ്തുതരാൻ കഴിയുക. അപ്പോൾ ഞാൻ ഒന്ന് സൈറ്റ് കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ ഞാൻ ശരിയാക്കി തരാം. ഈ മെറ്റീരിയൽ എന്തായാലും യൂസ് ചെയ്യാൻ കഴിയില്ല, കാരണം അത് ഓൾറെഡി ബെൻഡ് ചെയ്തു, അതും കൈ കൊണ്ടുള്ള ബെൻഡാണ്. അപ്പോൾ അതിന് റീബെൻഡ് ചെയ്യണം, കാര്യങ്ങളൊന്നും നടക്കില്ല. കണ്ടോ, ഇത് ഇപ്പോൾ ഈ റൈസർ വെച്ചേക്കണം തന്നെ 8 ഇഞ്ച് ഹൈറ്റോളം ഈ റൈസറിനുണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് അത്രയേ ഉള്ളൂ. ഒരു സ്റ്റെപ്പ് ആകെ നമുക്ക് ഇവിടെ ഒരു 15 സെൻറ്റിമീറ്റർ, ഇവിടെ ഒരു 8 സെൻറ്റിമീറ്റർ. പക്ഷേ അവരെ സ്റ്റെപ്പിൻ്റെ അളവ് 30-32 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിലും ഈ ത്രെഡ് ആകെ കിട്ടുന്നത് ഇവിടെ ഒരു 15 സെൻറ്റിമീറ്ററും ഇവിടെ ഒരു 10 സെൻറ്റിമീറ്ററും മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്തൊരു കാൽക്കുലേഷൻ അവരടുത്ത് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവർ ചെയ്തത് അവർക്ക് അറിയാത്തൊരു വർക്ക് അവർ ഏറ്റെടുത്ത് ചെയ്തു. പക്ഷെ അതൊക്കെ ഓക്കെ ആയിരുന്നു. നമ്മളെ കുറേ ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട് സ്പൈറൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഞാൻ എന്നെ കൊണ്ട് സമയം കഴിയുകയാണെങ്കിൽ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആ വർക്ക് എടുക്കാതിരിക്കാം. പക്ഷെ ഒരു മറ്റൊരാൾ കൊടുത്ത കൊട്ടേഷൻ്റെ പേരിൽ ഞാൻ ഇത്രയും എമൗണ്ട് കുറച്ചിട്ട് ചെയ്തുതരാമെന്ന് പറയുമ്പോൾ അതിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്യാതിരിക്കും. ഇതിപ്പോൾ ഇത്രയും മെറ്റീരിയൽ കോസ്റ്റും അവർ ആ ലേബർ കോസ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നിനും റീഫണ്ട് ചെയ്യാനൊന്നും പറഞ്ഞില്ല. എന്നെ കൊണ്ട് പുതിയതായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി പുതിയതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ആൾക്ക് അത്രയും എമൗണ്ട് വരും. പക്ഷെ ആളിത് കണ്ടിട്ട് ഭയങ്കര വിഷമത്തിലാണ് എന്നെ വിളിച്ചത്. മറിച്ചിട്ടോ, അങ്ങനെ മറിച്ചിടും. അപ്പോൾ ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ സൈറ്റിലേക്ക് വേണ്ടിയിട്ട്, പാലക്കാട് സൈറ്റിലേക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പൈറലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒന്നും എടുക്കാനില്ല, ഫുൾ വേസ്റ്റേജ് ആയിപ്പോയി. അത്രയും ഭാഗം, ഒരു 8 mm സ്റ്റിഞ്ചേഴ്സും 10 mm സ്റ്റെപ്പും ഫുള്ളായിട്ട് വേസ്റ്റ്. അത് നമ്മളിപ്പോൾ ഇത് പുതിയതായിട്ട് ടാറ്റയുടെ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് ബെൻഡ് റോളിങ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. ഇത് ഏകദേശം ഒരു 2-3 ദിവസത്തെ വർക്കും കൂടി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു 3 ദിവസത്തെ വർക്കായില്ലേ? 3 ദിവസത്തെ വർക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഒരു നാലോളം ലേബേഴ്സ് ഇവിടെ വർക്ക് ചെയ്തിട്ടാണ് 3 ദിവസത്തെ വർക്കിലാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇനി ഒരു 2-3 ദിവസത്തെ വർക്ക് എത്ര ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞങ്ങൾ പാലക്കാട് കംപ്ലീറ്റ് ചെയ്ത വർക്ക്. 2 ദിവസത്തെ വർക്കായിരുന്നു. ഇന്ന് ഏകദേശം ഒരു 3 മണിയോടുകൂടി ഫിക്സിങ് കഴിഞ്ഞു. ഇത് റീവർക്കായിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോസ് എടുത്തിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റെയർ ഇവിടുന്ന് ഇത്രയും ഭാഗത്തുനിന്ന് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റെയറാണത്. അങ്ങനെ ഫുള്ള് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിങ്ങനെ അടുത്തുനിന്ന് കാണണ്ടോ, ആദ്യം ഉണ്ടായിരുന്ന ഇവിടുത്തെ സ്റ്റെയർ ഭയങ്കര ഹൈറ്റും ഏകദേശം 20 സെൻറ്റിമീറ്റർ റൈസർ വെച്ചിട്ടും പിന്നെ ത്രെഡിൽ നമുക്ക് ചവിട്ടാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരുപോലെ സെയിം ആയിട്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ത്രെഡ് ഉള്ളത്. സെയിം സൈസിലാണ് കട്ട് ചെയ്തിട്ടുണ്ട്. ഏത് സ്റ്റെപ്പ് എവിടെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ റൈസർ വെച്ചേക്കുന്നത് 17 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ക്ലയൻറ്റിനെ ഞങ്ങൾ വിളിച്ചിരുന്നു. ക്ലയൻറ്റ് ഗൾഫിലുള്ള ആളാണ്. ക്ലയൻറ്റിനെ വിളിച്ചിരുന്നു. ആൾ വീഡിയോസ് അയച്ചു കൊടുത്തു. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളിത് പൊളിച്ച് മാറ്റി പുതിയത് പണിത് കൊടുത്തിരുന്നു. ആളുടെ ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.